കേരളത്തിൽ ഇപ്പോൾ പണമില്ല എന്ന് പറയുന്നു. പക്ഷെ പണത്തിൻ്റെ ചിലവുണ്ടാകുന്ന മാർഗം നമ്മൾ കണ്ടല്ലോ. ഓരോരുത്തരുടെ വായിലേക്ക് പോവുകയാണ് ഈ പണം. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ പബ്ലിക്കിൻ്റെ പണമാണ്. ഇനി അതിന് റിട്ട് കൊടുക്കാത്ത അതിന് വാദം പറഞ്ഞ് ഇത് മുടക്കാൻ, അതായത് ഈ അന്വേഷണം ഇടയ്ക്ക് അതൊന്ന് വാങ്ങിച്ച് ഒരു ഇടക്കാല വിധിയിലൂടെ അത് വാങ്ങിയെടുക്കാൻ വേണ്ടി കേരള ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ അതിന് 25 ലക്ഷം രൂപ ഡെയിലി ചാർജ് ചെയ്യുന്ന, ഒരു സിറ്റിങ്ങിന് ചാർജ് ചെയ്യുന്ന ഒരു അഭിഭാഷകനെയാണ്, സീനിയർ അഭിഭാഷകനെ ഡെസിഗ്നേറ്റഡ് സീനിയർ കൊണ്ടുവന്നാണ് ആർഗ്ഗയിപ്പിച്ചത്. ഇപ്പൊ 2 തവണയായി. അപ്പോൾ 25 50 ലക്ഷം പോയി. ആരുടെ പോയി? ഇത് ശ്രീ പിണറായി വിജയന്റെ ഒന്നും പോകത്തില്ല, CPM എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒന്നും പോകത്തില്ല. ഇത് പോകുന്നത് ഇവിടുത്തെ പാവപ്പെട്ടവരും സാധാരണക്കാരും ഉൾപ്പെടുന്ന ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് എടുത്താണ് ഈ പണം കൊടുക്കുന്നത്. ഈ പണം കൊടുത്തിട്ട് ഈ ഇത് പൊതുമേഖലാ സ്ഥാപനത്തിൽ കിട്ടാനുള്ള പണം ഇല്ലാതാക്കണം. 18 കോടി രൂപ CMRLന്റെ നിന്ന് കിട്ടാനുള്ളതാണ്. ഈ അന്വേഷണം നിലച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. ഈ അന്വേഷണം തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് എല്ലാവർക്കും അറിയാം. ഈ അന്വേഷണം ശ്രീമതി വീണ തൈക്കണ്ടിയിലേക്കും മുഖ്യമന്ത്രിയിലേക്കും നീളാതിരിക്കാനുള്ള ഒരു വലിയ തത്രപ്പാടായിരുന്നു ഇവിടെ കാണിച്ചത്, ഈ ഹൈക്കോടതിയെ സമീപിച്ചത്. അതിനും ഇനിയും വീണ്ടും വെച്ചിട്ടുണ്ട്. കേസ് തീർന്നിട്ടില്ല. ഈ അഭിഭാഷകൻ ഇനി ഹാജരാകുമ്പോഴും ഈ 25 ലക്ഷം രൂപ വീതം പൊതുജനങ്ങൾ കൊടുക്കണം. അത് കൊടുത്തോട്ടെ. കാരണം ഇവിടെ ഇത് ഇവരെയൊക്കെ ഭരിക്കാനായിട്ട് തിരഞ്ഞെടുത്ത് മൃഗീയ ഭൂരിപക്ഷം കൊടുത്ത ജനങ്ങൾ ഇവിടെ ഉള്ളവന്മാരല്ലേ. ഇവരൊക്കെ അനുഭവിക്കട്ടെ, കൊടുക്കട്ടെ പണം. എൻ്റെതും പോവും ശകലം, സാരമില്ല, പോട്ടെ. ഇത് നമ്മളിന്ന് മനസ്സിലാക്കണം. ഈ അന്വേഷണം ഇത് കഴിഞ്ഞാൽ ഇനി എങ്ങോട്ടെത്തും? ശ്രീമതി വീണ തൈക്കണ്ടിയിലേക്ക് പോകും. അതെല്ലാവർക്കും അറിയാം. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയാണ് KSIDCയെ കൊണ്ട് ജയിപ്പിക്കുന്നത്. കാരണം ഇതിന് പുറത്ത് വരെ ഇപ്പോൾ, കാരണം ശ്രീമതി വീണ തൈക്കണ്ടിയുടെ ആ കമ്പനി 1% കമ്പനി എന്ന് പറയുന്ന എക്സാലോജിക്ക് ഇപ്പോൾ ഡോർമെൻ്റ് ആണ്. ഡോർമെൻ്റ് ആക്കി വെച്ചേക്കാണ്. ഡോർമെൻ്റ് ആയിട്ട് ഉള്ളതിന് ആപ്ലിക്കേഷൻ കൊടുത്തു. അതിന് തന്നെ ഗുരുതരമായ ആരോപണങ്ങളുണ്ട് ഈ ഡോർമെൻ്റ് ആക്കിയത്. ആ ഡോർമെൻ്റ് ആക്കാൻ കൊടുത്ത കാരണങ്ങളെന്ന് പറയുന്നത് അത് കള്ളത്തരമാണ്, മുഴുവൻ കുഴപ്പം പിടിച്ചതാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്ത് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നത്. കാരണം ഞാനത് കണ്ടില്ല, ആപ്ലിക്കേഷൻ ഞാൻ കണ്ടില്ല. അതിനകത്ത് എന്ത് എഴുതി കൊടുത്തതെന്ന് കാണാത്തിടത്തോളം കാലം എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷേ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്, വീണ്ടും കുഴപ്പത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന അങ്ങനെയാണ്, മാധ്യമങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇത് CPMൽ തന്നെ ഉള്ള ഒരുപാട് ആളുകൾക്ക് ഇതിനോട് വളരെ അമർഷമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ലെറ്ററുകൾ വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് ഉള്ളടക്കമൊന്നും ഞാൻ പറയുന്നില്ല, പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയൊക്കെ സമ്മതിക്കുന്നിടത്തോളമുള്ള കാര്യങ്ങളാണ് ഈ എഴുതി വരുന്നത്. കാണുമ്പോൾ നമുക്ക് വളരെ സങ്കടമുണ്ട്. കാരണം നമ്മുടെ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആൾ ഇതുപോലുള്ള അലിഗേഷൻസ്, ആരോപണങ്ങൾ പിടിച്ചു വെക്കുന്നല്ലോ. എന്നിട്ട് ആരോപണങ്ങൾ വരുമ്പോൾ അത് അന്വേഷിക്കാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ചെയ്യും. അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി അതിനെ പുറത്തോട്ട് അത് കമ്പനി, ശ്രീമതി വീണ തൈക്കണ്ടിയിൽ കമ്പനി തുടങ്ങിയ എങ്ങനെയാണെന്നോ അതൊന്നും അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ അവരും ഒക്കെ പറയുന്നതൊക്കെ ശരിയായിട്ട് ആളുകൾ ധരിച്ചോട്ടെ. കാരണം എന്തെങ്കിലും ഒരു കാര്യം പറയണമല്ലോ, പറഞ്ഞോട്ടെ. അപ്പോൾ ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക കാര്യങ്ങൾ. വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ്. നമുക്കൊക്കെ നാണക്കേടുണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അതാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ നിന്ന് അത്ര പെട്ടെന്ന് ഊരിപ്പോകാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ ജനങ്ങളുടെ അടുത്ത് പറഞ്ഞ, ജനങ്ങളെ എന്ത് പറഞ്ഞാൽ പറ്റിക്കാൻ വയ്യാത്തതെന്നൊരു സിനിമ ചോദിക്കുന്നത് കേട്ട്. ആ ജനങ്ങളെ എന്ത് പറഞ്ഞാൽ പറ്റിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങളെ, ഈ പറ്റിക്കപ്പെടാനായിട്ട് നിൽക്കുന്ന ജനങ്ങളുണ്ട്, അവരെ എന്ത് പറഞ്ഞു വേണമെങ്കിലും പറ്റിക്കാം. ആ രീതിയിലേക്ക് ഇപ്പോൾ ഒരു പുതിയ കഥ അങ്ങ് മെനഞ്ഞെടുക്കും. ഞങ്ങളെ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നും പറഞ്ഞാണ് ആ രീതിയിലാണ് ഇനി പോകുന്നത് കേട്ടോ. ഇതെല്ലാം അത് മറ്റവർ ചെയ്യുന്നതാണ്, ഇവർ ചെയ്യുന്നതാണ്, രാഷ്ട്രീയ പകപോക്കലാണ് ഇത്. ഇവിടെ എന്തോ പകപോക്കലെന്ന് എനിക്കറിയത്തില്ല. ഇതുപോലെ പേരെഴുതി വന്നു. ഈ പേരെഴുതി വന്നേക്കുന്ന ആളുകളെല്ലാം ബുദ്ധിമുട്ടിലാവും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ശരിയായ രീതിയിൽ നടപടിയെടുത്താൽ അത് ബാക്കി ചെയ്യേണ്ടത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. ഇതിനകത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. കാരണം ഇത്തരത്തോളം ഇത് പലപ്പോഴും കള്ളപ്പണം വെളുപ്പിക്കാനൊക്കെ ഉള്ള മാർഗമായിട്ട് മാറിയിട്ടുണ്ട്. ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കാര്യങ്ങൾ. അതിനെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തേണ്ടതാണ്. ഏതായാലും ഇപ്പോൾ ഇതിൻ്റെ സീരിയസ് ഫ്രോഡ് അന്വേഷിക്കുന്ന ഏജൻസി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്.
അവരത് നല്ല രീതിയിൽ അവർ അന്വേഷിച്ച് മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ്. അവർ KSIDCയിൽ ഒരു തവണ നടത്തും. ഇനി വീണ്ടും KSIDC തന്നെ ബാക്കി അന്വേഷണം, ഇന്നലെ അവർ അവിടുത്തെ സെർച്ച് നിർത്തിവെച്ചെങ്കിൽ പോലും അത് വീണ്ടും അത് തുടങ്ങും. അവർ ആദ്യം CMRL പോയി, ഇനി രണ്ടാമത് KSIDC വന്നു, ഇനി മൂന്നാമത് പോകേണ്ടത് എക്സാലോജിക്ക്, അതായത് ശ്രീമതി വീണ തൈക്കട്ടിലേക്കാണ്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഒതുക്കി വെക്കുന്നതിന് വേണ്ടിയാണ് ഈ ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ ഹൈക്കോടതി സമയോചിതമായിട്ട് ഒരു തീരുമാനം എടുത്തു. കാരണം നിങ്ങൾ ഭയക്കേണ്ട കാര്യം എന്താ, അന്വേഷണം തടസ്സപ്പെടുത്താൻ ഒക്കത്തില്ല, അത് അന്വേഷിക്കല്ലേ, അവർ അന്വേഷിക്കട്ടെ. അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കൈകൾ ശുദ്ധമാണെങ്കിൽ പിന്നെ എന്താ പ്രശ്നം? കൈകളെല്ലാം ശുദ്ധമല്ലേ, അപ്പോൾ പിന്നെ പ്രശ്നമില്ല, അന്വേഷിക്കട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ.